الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم ونفسي أولا بتقوى الله സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഖുതുബയിൽ മുഅ്മിനീങ്ങൾ തമ്മിലുണ്ടാകേണ്ട ബന്ധം, അവരുടെ ഐക്യം, അതിനെ സംബന്ധിച്ചാണ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മുഅ്മിനീങ്ങളോട് കൽപ്പിച്ച കൽപ്പനയാണ്, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തെ മുറുകെ പിടിക്കണം, നിങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടാകണം. അത് അള്ളാഹുവിൻ്റെ താല്പര്യമാണ്. അടിമകളായ മുഅ്മിനീങ്ങൾ അവർ ഒറ്റക്കെട്ടായിരിക്കണം, ഒന്നിച്ചായിരിക്കണം. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ. നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാർശ്വത്തെ, അള്ളാഹുവിൻ്റെ ഭാഗത്തെ മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിങ്ങൾ ചേരിതിരിയരുത്. നിങ്ങൾ ഒന്നിച്ചുണ്ടാകണം. അള്ളാഹുവിൻ്റെ താല്പര്യമാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅതീഉല്ലാഹ വറസൂലഹു. നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം. നിങ്ങളുടെ മാർഗനിർദ്ദേശം ഖുർആനും സുന്നത്തുമാണ്. അതനുസരിച്ചായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്. അഥവാ അഖീദയിൽ, ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത്. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്. അങ്ങനെ ഭിന്നിച്ചാൽ, നിങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് പരസ്പരം ആക്ഷേപിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ ഫതഫ്ശലു വതദ്ഹബ റീഹുകും, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഫതഫ്ശലു, നിങ്ങൾ പരാജയപ്പെട്ടു പോകും. നിങ്ങളുടെ മനസ്സുകളിൽ ഭീതി ഉണ്ടാവും. വതദ്ഹബ റീഹുകും, നിങ്ങളുടെ മനോധൈര്യം ഇല്ലാതാവും. അള്ളാഹു പറഞ്ഞ കാരണമാണ്. അതുകൊണ്ടൊരിക്കലും മുഅ്മിനീങ്ങൾ ഭിന്നിക്കരുത്, ക്ഷമിച്ച് ഒന്നിച്ചുണ്ടാകണം. വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്, വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ആണ് മുഅ്മിനീങ്ങളെ നിങ്ങൾ ഒന്നിച്ചുണ്ടാവുക, ഒന്നിച്ചിരിക്കുക, ഭിന്നിക്കരുത്, പരസ്പരം ചേരിതിരിയരുത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ യർളാ ലക്കും സലാസ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ 3 ഗുണങ്ങൾ ഉണ്ടാകാൻ ഇഷ്ടപ്പെടുന്നു, അത് തൃപ്തിപ്പെടുന്നു. വയക്റഹു ലക്കും സലാസ, നിങ്ങളിൽ 3 കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് അല്ലാഹു വെറുക്കുന്നു. അല്ലാഹു ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ, ഫയർളാ ലക്കും അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ഷൈഅ, അല്ലാഹു നിങ്ങളിൽ ഉണ്ടാകാൻ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളിൽ തൃപ്തിപ്പെടുന്ന 3 കാര്യത്തിൽ ആദ്യത്തേത് അൻ തഅബുദൂഹു, തൗഹീദാണ്. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തേത് വലാ തുശ്രികൂ ബിഹി ഷൈഅ, ഒരു രീതിയിലും ശിർക്ക് സംഭവിക്കരുത്, ശിർക്ക് ഉണ്ടാകാൻ പാടില്ല, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലാതിരിക്കലാണ് അല്ലാഹു നിങ്ങൾ ഇഷ്ടം. മൂന്നാമത്തേത് വഅൻ തഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, മുവഹിദീങ്ങളായ മുഅ്മിനീങ്ങൾ അവർ ഒന്നിച്ചിരിക്കണം, അവർ ഒന്നായി കൂട്ടായി ഉണ്ടാകണം, അവർ ഭിന്നിക്കരുത്, അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഈ 3 കാര്യങ്ങൾ. വയക്റഹു ലക്കും സലാസ, അല്ലാഹു നിങ്ങളിൽ ഇല്ലാതിരിക്കാൻ ഇഷ്ടപ്പെടുന്ന, നിങ്ങളിൽ ഉണ്ടാകുന്നതിന് അല്ലാഹു വെറുക്കുന്ന 3 കാര്യങ്ങൾ. 1 ഖീല വഖാല, മുഅ്മിനീങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന, തെറ്റിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഖീല വഖാല. അവിടുന്നും ഇവിടുന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പരസ്പരം സംസാരിക്കുക, വ്യക്തതയില്ലാതെ തെളിവില്ലാതെ സംസാരിക്കുക, അത് മുഅ്മിനീങ്ങളെ പരസ്പരം തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത്. ഖീല വഖാല, അവിടുന്നും ഇവിടുന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പരസ്പരം മുഅ്മിനീങ്ങളുടെ മനസ്സിനെ അകലമുണ്ടാക്കുന്ന, പരസ്പരം മനസ്സുകൾ വിദൂരത്തായി പോകുന്ന രീതിയിൽ മറ്റുള്ളവരെ സംബന്ധിച്ച് സംസാരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് വകസ്റത്തുസ് സുആൽ, അധികരിച്ച ചോദ്യം. മറ്റുള്ളവരുടെ വിഷയങ്ങൾ അറിയാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമാണ്. അതിനുവേണ്ടി അധികരിച്ച ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഉണ്ടാവും. വകസ്റത്തുസ് സുആൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പാണത്. കാരണം കസ്റത്തുസ് സുആൽ, അധികരിച്ച ചോദ്യം, അധികമായിട്ട് മറ്റൊരാളുടെ രഹസ്യത്തിലേക്ക്, സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുക എന്നുള്ളത് മുഅ്മിനീങ്ങളെ പരസ്പരം അകലമുണ്ടാക്കാനുള്ള കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമല്ലാതെ. മൂന്നാമത്തത് ഇളാഅത്തുൽ മാൽ, സമ്പത്ത് പാഴാക്കുക. സ്വന്തത്തിനോ മുഅ്മിനീങ്ങൾക്കോ ഉപകാരമല്ലാത്ത രീതിയിൽ സമ്പത്ത് പാഴാക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾ ഒന്നിച്ചുണ്ടാകണം. അവർ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും പരസ്പര സാഹോദര്യം നിലനിർത്തിയും ജീവിക്കേണ്ട ഒരു വിഭാഗം ആൾക്കാരാണ് മുഅ്മിനീങ്ങൾ. അതാണ് അല്ലാഹുവിന് ഇഷ്ടം, അതാണ് അല്ലാഹുവിന്റെ താല്പര്യം. മഹാനായ സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലം മിമ്പറിൽ നിൽക്കുകയാണ്. അയ്യുഹന്നാസ് കുന്തു ഫീകും കമഖാമി റസൂലിനാ ഫീനാ, അല്ലാഹുവിന്റെ റസൂല് നമുക്കിടയിൽ നിന്നിരുന്ന സ്ഥലത്താണ് ഞാൻ നിങ്ങൾക്കിടയിൽ ഇന്ന് നിൽക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഈ സ്ഥലത്ത് നിന്ന് നമ്മളോട് കൽപ്പിച്ച കാര്യം, ഊസികും ബി അസ്ഹാബി, മുഅ്മിനീങ്ങളെ നിങ്ങൾ എൻ്റെ സഹാബാക്കളെ മുറുകെ പിടിക്കുക, എൻ്റെ സഹാബാക്കളെ നിങ്ങൾ മുറുകെ പിടിക്കുക. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവർക്ക് ശേഷമുള്ള 2 തലമുറ, അഥവാ ആദ്യത്തെ 3 തലമുറ, ഈ തലമുറയായിരിക്കണം നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. അവരിൽ നിന്നാണ് ഖുർആനും ഹദീസും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം, എന്നാൽ നിങ്ങൾ ഭിന്നിക്കൂല. എല്ലാ കാര്യവും അവരിലേക്ക് മടക്കിയാൽ, സഹാബാക്കളിലേക്ക്, താബിഈങ്ങളിലേക്ക്, നമ്മുടെ സലഫുകളിലേക്ക് മടക്കിയാൽ ഈ മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കൂല. അതിനുശേഷമുള്ളതാണ് പല ഗ്രൂപ്പുകളായി, വ്യത്യസ്ത അഭിപ്രായങ്ങളായി തരംതിരിഞ്ഞവർ. എല്ലാവരും സഹാബാക്കളിലേക്ക് മടങ്ങിയാൽ, എല്ലാവരും ഓതുന്ന ആയത്തിന് സഹാബാക്കൾ വെച്ച് അർത്ഥം വെച്ചാൽ, ഹദീസുകൾ ഓതുമ്പോൾ അതിൻ്റെ താല്പര്യം സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ ഈ ഉമ്മത്ത് ഭിന്നിക്കൂല. ഊസികും ബി അസ്ഹാബി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, നിങ്ങൾ എൻ്റെ സഹാബാക്കളെ മുറുകെ പിടിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സുമ്മ യഫ്ശുൽ കദിബ്, ആ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം കളവുകൾ അധികമായി വ്യാപിക്കും.
ഹത്താ യഹ്ലിഫ അർ-റജുലു വലാ യുസ്തഹ്ലഫ്. ആ കളവ് വ്യാപിക്കുന്ന രൂപം അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഒരാൾ സത്യം ചെയ്യും, പക്ഷെ ആരും അവനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല, അവനങ്ങ് സത്യം ചെയ്യും. വയശ്ഹദു ഷാഹിദു വലാ യുസ്തശ്ഹദ്. ഒരാളോടും സാക്ഷ്യം പറയാൻ ആവശ്യപ്പെടാതെ തന്നെ സാക്ഷ്യം പറയും. അതൊക്കെ അതിൻ്റെയൊക്കെ വിലയൊക്കെ നഷ്ടപ്പെടും. തോന്നുന്നവനൊക്കെ സത്യം പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറയും. അറിയാത്തതിനും അറിഞ്ഞതിനും ഒക്കെ സാക്ഷി നിൽക്കുന്ന ഒരു കാലഘട്ടം വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ. ഒരാണും പെണ്ണും ഒരിക്കലും ഒറ്റക്കാകരുത്. ഇല്ലാ കാന സാലിസഹുമ ശൈത്താൻ. മൂന്നാമതായിട്ട് അവിടെ ശൈത്താൻ ഉണ്ടാകും. നിങ്ങൾ ഒറ്റക്കാകരുത്. അലൈക്കും ബിൽ ജമാഅ. നിങ്ങൾ മുഅ്മിനീങ്ങൾ ഒന്നിച്ചു നിൽക്കണം. വഇയ്യാകും വത്തഫറുഖ. പരസ്പരം ഭിന്നിക്കുകയും പരസ്പരം ചേരിതിരിയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അത് നിങ്ങൾക്ക് ബാധിക്കും. നിങ്ങൾ ഒന്നിച്ചുണ്ടാകണം, പരസ്പരം ചേരിതിരിയരുത്. ഫഇന്ന ശൈത്താന മഅൽ വാഹിദി വഹുവ മിനൽ ഇത്നൈനി അബ്അദ്. കാരണം ആ മുസ്ലിമുടെ ഐക്യത്തിൽ നിന്നും മാറി നിൽക്കുന്നവൻ, മുസ്ലിമീങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവൻ, അവരുടെ കൂട്ടായ്മയിൽ നിന്നും മാറി നിൽക്കുന്നവൻ, അവൻ്റെ കൂടെ ശൈത്താൻ ഉണ്ടാകും. രണ്ടാൾക്കാരിൽ നിന്നും ശൈത്താൻ വിദൂരത്താണ്. അഥവാ മുഅ്മിനീങ്ങളൊക്കെ ഒന്നിച്ചാണ്. എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ സഹോദരനുണ്ടാകും. അബദ്ധങ്ങൾ തിരുത്തി കൊടുക്കാൻ കൂട്ടുകാരുണ്ടാകും. അതൊന്നുമില്ലാതെ ഒറ്റക്ക് സഞ്ചരിക്കുന്നവൻ, അവൻ അപകടങ്ങൾ സംഭവിച്ചാൽ, അവൻ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ആളില്ല, അത് തിരുത്തി കൊടുക്കാൻ ആളില്ല. അങ്ങനെ അവൻ പിശാചിന്റെ കൂടെ അങ്ങ് ദലാലത്തിലേക്ക് അവൻ പോകും. പക്ഷെ ഒന്നിച്ചു നിൽക്കുന്നവർ അവർക്ക് തെറ്റ് തിരുത്തി കൊടുക്കാനും അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കാനും ശരിയായത് കാണിച്ചു കൊടുക്കാനും അവന്റെ കൂട്ടത്തിൽ ആളുണ്ടാകും. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കണം. അതല്ലെങ്കിൽ ശൈത്താൻ വഴിവിടപ്പിച്ച് കളയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സർറതുഹു ഹസനതുഹു വസാഅതുഹു സയ്യിഅതുഹു ഫദാലികൽ മുഅ്മിൻ. ആരാണോ അവൻ ചെയ്തു വെച്ച നന്മകൾ അവനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വെച്ച നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതോർത്ത് നമുക്ക് സന്തോഷമുണ്ടാകുന്നുണ്ടെങ്കിൽ, വസാഅത് സയ്യിഅതുഹു, ആരുടെ തിന്മയാണോ അവനെ പ്രയാസപ്പെടുത്തുന്നതെങ്കിൽ ഫദാലികൽ മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. ഒരാൾ നല്ല നന്മകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഓർക്കുമ്പോൾ അവന് സന്തോഷമുണ്ട്. ഒരാളുടെ തെറ്റ്, അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ, തെറ്റുകൾ, അതോർക്കുമ്പോൾ അവൻ്റെ മനസ്സിന് പ്രയാസമുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫദാലികൽ മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ ഹദീസ് അവസാനിപ്പിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഒന്നിച്ചു നിൽക്കുക, ഭിന്നിക്കരുത്. ചെറിയ ചെറിയ അഭിപ്രായങ്ങളുടെ പേരിൽ ഭിന്നിക്കരുത്. സഹാബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ ശക്തമായ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സഹാബത്തൊന്നായിരുന്നു. അവിടെ മനസ്സുകൾ വിദൂരമായിട്ടില്ല, മനസ്സുകൾ അകന്നിട്ടില്ല. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഒന്നിച്ചായിരുന്നു സഹാബാക്കൾ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളിൽ ഉണ്ടാകാൻ ആഗ്രഹിച്ചതും അല്ലാഹു ഖുർആനിലൂടെ മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചതും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും. മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ സഹോദരന്മാരാണ് മുഅ്മിനീങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. ലാ യദ്ലിമുഹു, അവനെ ആക്രമിക്കരുത്, ഉപദ്രവിക്കരുത്. വലാ യഖ്ദുലുഹു, അവനെ നിന്ദിക്കരുത്. വലാ യഹ്തിറുഹു, അവനെ താഴ്ത്തി കാണിക്കരുത്. വലാ യക്ദിബുഹു, അവനെ കളവാക്കരുത്. ഇതൊക്കെ പരസ്പരം മനുഷ്യർ മനസ്സകരാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. അതൊന്നും പരസ്പരം മുഅ്മിനീങ്ങൾ ചെയ്യരുത്. ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയാലുക്കളാകരുത്. മറ്റൊരാൾക്ക് കിട്ടിയ നിഅമത്തിൽ നിങ്ങൾ അത് നീങ്ങാൻ ആഗ്രഹിക്കരുത്. വലാ തബാഗദു, പരസ്പരം വിദ്വേഷമുള്ളവരാകരുത്. വലാ തദാബറു, പരസ്പരം കണ്ടുമുട്ടിയാൽ മുഖം തിരിഞ്ഞ് നടക്കുന്നവരാകരുത് നിങ്ങൾ. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരന്മാരായിട്ട് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്. ആ സാഹോദര്യത്തെ ഇല്ലാതാക്കുന്ന എല്ലാ കാര്യവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ. സഹാബാക്കളെ, നിങ്ങളുടെ സഹോദരനെ സഹായിക്കണം.
അവൻ മദ്ലൂമാണെങ്കിൽ, ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ, അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തവനാണെങ്കിൽ, സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ആക്രമിക്കപ്പെട്ടവൻ അവനെ നമ്മൾ സഹായിക്കാം, പക്ഷെ ളാലിമിനെ, അക്രമിയെ എങ്ങനെയാണ് നമ്മൾ സഹായിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തംനഉഹു മിൻ ദുൽമിഹി, അവൻ ചെയ്യുന്ന ആ കുറ്റകൃത്യത്തിൽ നിന്നും അവനെ തടയുക, അവന് നസീഹത്തുകൾ നൽകുക, അവനെ തിരുത്തി കൊടുക്കുക. അതൊരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അഥവാ പരസ്പരം തെറ്റുകൾ തിരുത്തുകയും നന്മകൾ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നത് മുഅ്മിനുകൾ പരസ്പരമുള്ള സാഹോദര്യ ബന്ധത്തെ കൂട്ടും. അതൊരു ബാധ്യതയാണ്. മറ്റൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ തടയാൻ കഴിയണം. നമ്മുടെ സ്വന്തം മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഏതൊരു പിതാവിൻ്റെ മനസ്സും വേദനിക്കും. അതേപോലെ ആയിരിക്കണം മുഅ്മിനീങ്ങൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ, മുഅ്മിനീങ്ങൾ ളലാലത്തിലേക്ക് പോകുന്നത് കണ്ടാൽ ഓരോ മുഅ്മിനിന്റെയും മനസ്സ് വേദനിക്കണം. അത് തിരുത്തി കൊടുക്കാൻ, നന്മ പറഞ്ഞു കൊടുക്കാൻ, ഹക്ക് ഏതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവൻ്റെ മനസ്സിന് സാധിക്കണം. അതാണ് മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള ബന്ധം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരസ്പരം സഹകരണം വേണം ജീവിതത്തിൽ. അതിന് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ, ദുനിയാവിലുള്ള എന്തെങ്കിലും ഒരു പ്രയാസം ഒരു മുഅ്മിനായ സഹോദരൻ ആരെങ്കിലും പരിഹരിച്ചു കൊടുത്താൽ, നീക്കി കൊടുത്താൽ, ഒരാളൊരു സഹോദരൻ പ്രയാസപ്പെടുകയാണ്, ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ കുടുംബപരമായിട്ടോ ഏത് രീതിയിലുള്ള പ്രയാസമാണെങ്കിലും ആരെങ്കിലും അവനൊരു ചെറിയൊരു പരിഹാരം കണ്ടെത്തി കൊടുത്താൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമഹ്, ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ഇവനെ സമാധാനിപ്പിക്കും, ഇവൻ അള്ളാഹു രക്ഷപ്പെടുത്തും. വലിയ പ്രതിഫലമാണ്. ഏത് രീതിയിലുള്ള പരസ്പരം സഹകരണത്തിലൂടെ ആണെങ്കിലും ഒരു മുഅ്മിനിനെ സഹായിച്ചാൽ, അവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താൽ, ഖിയാമത്ത് നാളിലുള്ള പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി തരും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യസ്സറ അലാ മുഅ്സിരിൻ, ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവന് എളുപ്പമാക്കി കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറഹ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന് എളുപ്പമാക്കി കൊടുക്കും. വലിയ പ്രതിഫലമാണ് സഹോദരന്മാർ. ഒരു പ്രയാസപ്പെടുന്ന ഒരാൾക്ക് തൻ്റെതാൽ കഴിയുന്ന രീതിയിലൊരു സഹായം, ഒരു എളുപ്പമാക്കി കൊടുക്കൽ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. വമൻ സതറ മുസ്ലിമൻ സതറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറഹ, ആരെങ്കിലും ഒരു മുഅ്മിനിന്റെ ന്യൂനത, തെറ്റ് മറച്ചു വെച്ചാൽ, അവന്റെ ചെറിയ ഒരു ന്യൂനത വന്നു അവന്റെ ജീവിതത്തിൽ, അതാരെങ്കിലും മറച്ചു വെച്ചാൽ, സതറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഇവന്റെ ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കും. ദുനിയാവിൽ അല്ലാഹു മറ്റുള്ളവരാൽ മറച്ചു വെക്കും, ആഖിറത്തിൽ അല്ലാഹു മാപ്പാക്കി കൊടുക്കും. വലിയ പ്രതിഫലമാണ്. പരസ്പരം സാഹോദര്യത്തിൽ ജീവിച്ചാൽ, സ്നേഹത്തോടെ പരസ്പരം നല്ല ഐക്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളൊക്കെ പരസ്പരം പരിഹരിച്ചു കൊടുക്കുക, പരസ്പരം സഹകരിക്കുക, സഹായിക്കുക, അതൊക്കെ ആഖിറത്തിൽ വലിയ ഉന്നത ദറജകൾ കരസ്ഥമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രതിഫലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നേരെ തിരിച്ച് മുഅ്മിനെ പ്രയാസപ്പെടുത്തിയാൽ, മുഅ്മിനെ വേദനിപ്പിച്ചാൽ, ഏത് രീതിയിലുള്ള വേദനയാണെങ്കിലും പ്രയാസമാണെങ്കിലും കടുത്ത താക്കീത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. മൻ ളാറല്ലാഹു അലൈഹി, ആരെങ്കിലും ഒരു മുഅ്മിനിനെ ഉപദ്രവിച്ചാൽ, വേദനിപ്പിച്ചാൽ, ളാറല്ലാഹു അലൈഹി, അല്ലാഹു അവനെ വേദനിപ്പിക്കും. പിന്നെ അതിന് രക്ഷപ്പെടുത്താൻ ഒരാളെ കൊണ്ടും കഴിയില്ല. വമൻ ഷാഖ മുസ്ലിമൻ ഷാഖല്ലാഹു അലൈഹി, ആരെങ്കിലും ഒരു മുഅ്മിനിനെ വേദനിപ്പിച്ചാൽ, പ്രയാസപ്പെടുത്തിയാൽ, ഷാഖല്ലാഹു അലൈഹി, അല്ലാഹു അവനെ പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് ഒരിക്കലും മുഅ്മിനീങ്ങളെ വേദനിപ്പിക്കരുത്, മുഅ്മിനീങ്ങളെ പ്രയാസപ്പെടുത്തരുത്. അവരെ സ്നേഹിച്ച് സഹകരിച്ച് അവരുടെ കൂടെ കൂട്ടുക, ഒന്നിച്ച് നിൽക്കുക. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിൽ നിന്നും ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും. ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം. ഒരുമിച്ച് നിൽക്കുക, പരസ്പരം സ്നേഹിക്കുക, സഹകരിക്കുക. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പരസ്പരം ആക്ഷേപിക്കരുത്, പരസ്പരം ഉപദ്രവിക്കരുത്, മനസ്സകലരുത്. അതൊക്കെ സഹാബാക്കളിലും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ഒറ്റക്കെട്ടായി ഒരു സമൂഹമായിട്ട് ജീവിച്ചു. അവർ നമുക്ക് മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ
ഒത്തൊരുമയിൽ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ സഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് വാങ്ങാൻ പറഞ്ഞേക്കാണ്. മുഅ്മിനീങ്ങളിൽ നിന്നും സകാത്തിന്റെ സ്വത്ത് പിരിക്കാൻ. ആ പറഞ്ഞേക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ നിർദ്ദേശങ്ങൾ നൽകി. എങ്ങനെയാണ് സകാത്തിന്റെ കണക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, എങ്ങനെ സ്വീകരിക്കണം, ഏത് സമ്പത്താണ് സ്വീകരിക്കേണ്ടത്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വത്തഖി ദഅവതൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. സകാത്ത് പിരിക്കാനാണ് സഹാബിയെ പറഞ്ഞയക്കുന്നത്. സകാത്തിന്റെ കണക്കുകളൊക്കെ വിശദീകരിച്ചു കൊടുത്തു, ഏത് രീതിയിലുള്ള സമ്പത്താണ് സ്വീകരിക്കേണ്ടതെന്നും പഠിപ്പിച്ചു കൊടുത്തു. അവസാനം പറയുന്ന വാക്കാണ് ഇത്തഖി, നീ സൂക്ഷിക്കണം. ദഅവത്തൽ മദ്ലൂം, മദ്ലൂമിന്റെ ദുആഇനെ നീ സൂക്ഷിക്കണം. നിന്നാൽ പ്രയാസപ്പെടുന്നവരുടെ, ആക്രമിക്കപ്പെടുന്നവന്റെ, വേദനിപ്പിക്കപ്പെടുന്നവന്റെ ദുആഇനെ നീ സൂക്ഷിക്കണം. കാരണം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, ആക്രമിക്കപ്പെടുന്നവന്റെ ദുആഇന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു മറയുമില്ല, അത് സ്വീകരിക്കപ്പെടും. ആ ഒരു സാഹചര്യം നാം മനസ്സിലാക്കണം. നല്ലൊരു കാര്യത്തിനാണ് പറഞ്ഞയക്കുന്നത്, ആ സമയത്ത് പോലും മുഅ്മിനിനെ വേദനിപ്പിക്കരുത്. സകാത്ത് വാങ്ങുന്ന സമയം അത് ഹക്കാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ ആ ഗവൺമെന്റിന് സകാത്തിന്റെ സമ്പത്ത് കൊടുക്കൽ ബാധ്യതയാണ്, ഫർളാണ്. ആ സകാത്ത് സ്വീകരിക്കുന്ന സമയം പോലും മുഅ്മിനിന്റെ മനസ്സിനെ വേദനിപ്പിക്കരുത്. ആ വേദന അള്ളാഹു കേൾക്കും, അതിന്റെ അപ്പുറം പറയേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വേദനിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരിക്കലും പ്രയാസപ്പെടുത്തരുത്. ആ ദുആ അള്ളാഹു കേൾക്കും. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ദുആ ആണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് താക്കീത് നൽകിയത്, നീ സൂക്ഷിക്കണം, മുത്തഖി, നീ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ദുആ ആണത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ആരെയും പ്രയാസപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലുണ്ടായ സകല പാപങ്ങളും ഉടമസ്ഥാനായ റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم حاسبنا حسابا يسيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم اغفر لنا ولوالدينا يا غافر المذنبين. وأقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم.